കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സഭയുടെ നിയോഗമാണ് ധ്യാനമന്ദിര നിർമ്മാണ വിജയം. നമുക്കറിയാം 8 വർഷമായി നമ്മൾ ഈ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവിന് ആഗ്രഹം കൊണ്ട് ഇനി നല്ലൊരു ആലയം പണിയുവാൻ സൗകര്യങ്ങളോടെ, ദൈവജനത്തിൻ്റെ സൗകര്യങ്ങളോടെ കർത്താവിൻ്റെ ശുശ്രൂഷ വലിയ ദീപമായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ കത്തിജ്വലിച്ചു നിൽക്കുന്ന, ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന, തളരാതെ ഓരോരുത്തരും അത് പരിശ്രമിക്കണമേ. നമ്മുടെ ധ്യാന കേന്ദ്രം നിങ്ങൾ എത്രത്തോളം വളരുന്നു, ഞാൻ ഇന്നലേക്കാൾ ഇന്ന് ഉത്സാഹമുള്ളവണെങ്കിൽ, ഞാൻ ഇന്നലേക്കാൾ ഇന്ന് വരപ്രസാദം പ്രാപിച്ചവളെങ്കിൽ, ഞാൻ ഇന്നലേക്കാൾ ഇന്ന് തീഷ്ണതയുള്ളവരെങ്കിൽ, ഞാൻ വളർന്നാൽ ദീപികാരുടെ മരിഭവൻ വളരും. ദീപികാരുടെ മരിഭവനും വളർന്നാൽ ആഗോള സഭയിൽ വളർച്ചയുണ്ടാകും. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം സഭയെ നയിച്ച് സഭയെ സഹായിക്കുക എന്നുള്ളതാണ്, അതിരൂപതയെ സഹായിക്കുക എന്നുള്ളതാണ്. ദീപികാരുടെ മിഷൻ സഭയിലൂടെ ആഗോള സഭയെ സഹായിക്കുക എന്നുള്ളതാണ്. സഭയെ ഏറ്റെടുത്തിരിക്കുന്ന, സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മിഷൻ പ്രദേശങ്ങളിൽ അവിടെയുള്ള നമ്മുടെ ദീപികാരുടെ മിഷൻ സഭയിലെ തന്നെ 333 വൈദികരുടെ വിശുദ്ധി അത് വളരെ ഗൗരവമുള്ളതാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 300-ലധികം വൈദികരിലും മെത്രാന്മാരും അതുപോലെ തന്നെ ഓരോ രൂപത വൈദികരുടെ വിശുദ്ധി അത് വളരെ ഗൗരവമുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓരോ കുടുംബ ജീവിതക്കാരുടെയും വിശുദ്ധി, നമ്മളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരുടെ വിശുദ്ധി, നമ്മളെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്യുന്നവർ പണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അവരുടെ ആശുപത്രിയുടെ സ്ഥാപനത്തിലെ വളർച്ചയ്ക്കോ ലക്ഷ്യം വെക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വിശ്വസ്തരായ ഡോക്ടർമാരാകുവാൻ, അങ്ങനെ നമ്മുടെ നിയോഗം കർത്താവിൻ്റെ നിയോഗമാണ്. കർത്താവിൻ്റെ മനസ്സിലൂടെ പരിശുദ്ധ അമ്മ എത്രത്തോളം കീഴ്വഴങ്ങി ജീവിച്ചോ അതുപോലെ മരിഭവൻ, ദീപികാരുടെ മരിഭവൻ ഈശോയെ സംവഹിക്കുന്ന അമ്മ പരിശുദ്ധയായതുപോലെ ദീപികാരുടെ മരിഭവൻ പരിശുദ്ധയായിരിക്കണം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷിക്കപ്പെടുന്നവരും കുമ്പസാരമെന്ന കുദാശയിലൂടെ അഭിഷേകം പ്രാപിച്ച് എപ്പോഴും തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഓരോ ദിവസവും വിശദീകരിക്കപ്പെടവരാകണം. അതിനാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് കർത്താവ് കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്. തൻ്റെ താൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യത്തിന് കർത്താവ് വളരെ വിങ്ങിയ ഹൃദയത്തോടെയാണ് ചോദിച്ചെങ്കിൽ അത് കണ്ടെത്തും, അത് കാണുക, അത് ഞങ്ങൾ ഇവിടെ കത്തി ജ്വലിപ്പിക്കും. ഞാൻ കൈമാറുമ്പോൾ, ഞാൻ ഒരു അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ വലിയ ദീപമായി ഒരു മെഴുകുതിരി 2 മെഴുകുതിരി കത്തിച്ചതുപോലെ 2, 3, 4 കത്തിച്ചതുപോലെ കത്തി ജ്വലിക്കുന്ന ഒരു ദീപമായി ഈ മല്ലപ്പള്ളിയിൽ ദീപികാരുടെ മരിഭവൻ, ദീപികാരുടെ മിഷൻ സഭയ്ക്ക് രൂപം കൊടുത്തത് ആലക്കുളത്തച്ഛനാവും അരയടത്തച്ഛനുമാകുന്ന 2 പുരോഹിതന്മാരിലൂടെയാണെങ്കിൽ അത് അവർ കത്തിച്ച ദീപം കത്തി ജ്വലിക്കുന്ന 2 ഭവനങ്ങളിലായിട്ട്, കാര്യസംഭവൻ എന്ന് പറഞ്ഞൊരു ദീപികാരുടെ മിഷൻ സഭയുടെ മറ്റൊരു ഭവനം ചാരംകുഴി ആ ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അഭിഷേക ശുശ്രൂഷകൾക്കും അവിടെ പിതാക്കന്മാരുടെ കബറിടം അവിടേക്ക് സംവഹിക്കപ്പെടും. ഓർക്കുക, വലിയ ദീപങ്ങളായിട്ട് 2 ദീപങ്ങളായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ 2 ഭവനങ്ങൾ, ധ്യാനകേന്ദ്രവും അതിന് ശുശ്രൂഷകളും എല്ലാം ഒന്നായിട്ട് വളരണമെന്നുള്ളതായ ആഗ്രഹത്തോടെ കർത്താവിനെ മനസ്സിൽ കണ്ട സ്വപ്നം ഇതാ സാക്ഷാത്കരിക്കപ്പെടുവാൻ വേണ്ടി അതിന് ഓരോരുത്തരും തങ്ങളുടെ പ്രാർത്ഥന, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏറ്റെടുക്കുന്ന പരിശുദ്ധാത്മാവിനെ ലോകം മുഴുവനും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ദീപികാരുടെ മരിഭവനത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി വിശുദ്ധിയോടുകൂടി ചെയ്യുവാൻ, അല്പം പോലും കളങ്കമില്ലാതെ കറയില്ലാതെ ഹൃദയമാകട്ടെ. ഒരിക്കൽ പോലും അതിനകത്ത് ജീർണതയുടെ ഒരു അംശം ഒരു വ്യക്തി പോലും ഒരു വിധത്തിലും തെറ്റായ കർത്താവിനും മനസ്സിൽ ചേരാത്ത ഒരു ചിന്തയോ ഒരു പ്രവർത്തനമോ പുരോഹിതല്ലോ അഭിഷിക്തല്ലോ സമർപ്പിതല്ലോ പ്രേക്ഷിതല്ലോ കടക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മരിഭവനത്തിലെ കോമ്പൗണ്ടിലേക്ക് കയറിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കണം. അതിനാൽ തന്നെ ദീപികാരുടെ മരിഭവനത്തിലേക്ക് വന്ന പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ അമ്മയോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അവർ ചോദിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അതോടെ സാധിക്കത്തക്കവണ്ണം ശിലോഹ കുളത്തിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചതുപോലെ മരിഭവനത്തിൽ 13 ദിവസമോ 7 ദിവസമോ 3 ദിവസമോ 1 മണിക്കൂറോ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ
നിശ്ചിതമായ അനുഗ്രഹം കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആ മരിയ ഭവനത്തോടുള്ള കർത്താവിന്റെ സ്നേഹത്തെ, അഥവാ മരിയ ഭവനത്തോട് എല്ലാവരുടെയും സഹകരണത്തോട് ഉള്ളതായ ആ സഹകരണത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈ ശുശ്രൂഷയെ അംഗീകരിക്കുന്ന കർത്താവിന്റെ ആ വലിയ ആശീർവാദം നമ്മളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റുപറഞ്ഞ് ചെല്ലാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ആവാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരുവാനും അത് പ്രഘോഷിക്കുവാനും അത് പങ്കുവയ്ക്കുവാനുമായി അങ്ങ് സ്ഥാപിച്ചു നൽകിയിരിക്കുന്ന മല്ലപ്പള്ളി ദിവ്യകാരുണ്യ മരിഭവനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കടഞ്ഞത് അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ അതിരൂപതയ്ക്കും ഞങ്ങളുടെ രൂപതകൾക്കും ദിവ്യകാരുണ്യ മിഷണറി സമൂഹത്തിനും ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായി ധ്യാനമന്ദിരം നിർമ്മിക്കുവാനുള്ള ഞങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹത്തെയും പ്രാർത്ഥനാപൂർവമായ തീരുമാനത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹണത്തിനായി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുവാനും ആധ്യാത്മികവും ഭൗതികവുമായ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുവാനും സന്മനസ്സുള്ള ധാരാളം ഉപകാരികളെ ഒരുക്കിത്തരണമേ. ഇതിന്റെ നിർമ്മാണത്തിന് സഹായം എത്തിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും അതിനായി അധ്വാനിക്കുന്നവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹത്താലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ ദിവ്യകാരുണ്യ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഫലമണിയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഒരിക്കൽ കൂടി ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജപമാല തുടരാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ വേണ്ടി ഈ പ്രാർത്ഥന കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റുപറയുവാൻ, പരിശുദ്ധ കുർബാന ദൈവമാണെന്ന് ഏറ്റുപറയുവാൻ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അഭിഷേകം ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയാണ്. ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, വരാൻ പറ്റാതെ പോയവരും ആത്മനാൽ വന്നിരിക്കുന്നവരുമായവരിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഒരുപക്ഷെ ചെറിയവരാകാം, നമ്മൾ ഒരുപക്ഷെ ബലഹീനരാകാം, പാപികളാകാം. ഒരു വിശുദ്ധനും ജനിച്ചത് വിശുദ്ധനായിട്ടല്ല, മറിച്ച് വിശുദ്ധനായിട്ട് അവൻ മരിച്ചു. അതിന് നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ പാപങ്ങളെ ഓർത്ത് ആകുലപ്പെടേണ്ട, അതിനെ ഓർത്തുകൊണ്ട് ദുഃഖിക്കേണ്ട, മറിച്ച് അതിന് പാപങ്ങൾ കഴുകിക്കളയുവാൻ കഴിവുള്ള
ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കുദാശയുടെ പാപക്കറകളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പാപങ്ങളെക്കുറിച്ച് മനസ്താപവും അനുതാപവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ചെറുതായ രീതിയിൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഒന്നിനും ബുധനാഴ്ച ഒരുപക്ഷെ വാഹനം എന്താണെങ്കിലും ശുശ്രൂഷയ്ക്ക് കുറവുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് വന്നിരിക്കുന്നത്. അവരുടെ ആഗ്രഹം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദീപം മതി ലോകത്തെ മുഴുവൻ പ്രകാശിതമാക്കുവാൻ. ഈ ഒരു ദീപം മതി ഇവിടെ വന്നിരിക്കുന്നവരും പ്രാർത്ഥന ചോദിച്ചവരുടെ പ്രാർത്ഥനകളെല്ലാം അംഗീകരിക്കപ്പെടുവാൻ. അതിനെ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മളൊന്ന് ആഗ്രഹിച്ചേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നമ്മൾ നിറയട്ടെ. ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കുകളും അതെല്ലാം അഭിഷേകം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ, ഗാന ശുശ്രൂഷനെ, അവരുടെ ജീവിത പങ്കാളിയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ആ വീട്ടിൽ എപ്പോഴും അഭിഷേകം നിറയട്ടെ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഗാന ശുശ്രൂഷകളുടെ ഭവനങ്ങളിൽ അഭിഷേകം ഉണ്ടാകണം. അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഓടി ഇവിടെ വരുന്ന അവരുടെ കുടുംബങ്ങളിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. അവരുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും പാവനാത്മനേ
ഒന്നാം ദിവസം ഈശോ പാടുപെട്ട് മരിച്ചു, മൂന്നാം നാൾ എന്നേക്കും ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നേറ്റു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ചെല്ലുമ്പോഴും നമ്മൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുക. കർത്താവിൻ്റെ തിരിച്ചോരയാൽ കഴുകപ്പെടണം. അവൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഫലം എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരൻ്റെ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങൾക്കും അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ അഭിഷിക്തര്, നമ്മുടെ ഡോക്ടർമാര്, നമ്മുടെ നേഴ്സുമാര്, നമ്മുടെ അധ്യാപകര്, നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നവര്, സകലരേക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകലരും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. അങ്ങനെ കഴുകപ്പെട്ടവരുടെ സമ്പർക്കത്തിലുള്ള ഒരു ജീവിതമാകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീടിനെ ചുറ്റും വസിക്കുന്ന വീട്ടുകാരെ, അത് ഹൈന്ദവരാകട്ടെ, അക്രൈസ്തവരാകട്ടെ, കത്തോലിക്കരാകട്ടെ, അവരെ മുഴുവൻ, അവരുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ മുഴുവൻ നമ്മളെ ആരോടൊക്കെ ഇടപെടേണ്ടി വരുന്നു, ബിസിനസ്സുപരമായിട്ടോ ജോലിപരമായിട്ടോ, അവരെ മുഴുവൻ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതാ ഈശോയെ കാണാൻ ഭാഗ്യം ലഭിച്ച മറിയത്തെ പോലെ, ഈശോയെ കാണാൻ ഭാഗ്യം ലഭിച്ച അപ്പസ്തലന്മാരെ പോലെ ഒരു അനുഭവം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കാമോ? ആ ഒരു അഭിഷേകം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നില്ലേ? ആ ഈശോയ്ക്ക് നമ്മൾക്ക് ഒരു വെളിപ്പെടുത്തി തരാൻ ആഗ്രഹമില്ലേ? കല്ലറയിലെ ശവകുടീരത്തിൽ അഥവാ കല്ലറയിൽ മൃതശരീരം കാണാനാണ് അവർ പോയെങ്കിൽ കണ്ടത് ജീവിക്കുന്നവനായ ദൈവത്തെയല്ലേ? ജീവിക്കുന്നവനായ ഈശോയെ ആയിട്ട് നമുക്ക് വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈശോയെ അംഗീകരിക്കുന്നവരെ ഈശോ സ്വയം വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമുക്ക് രക്ഷകനായി ഗുരുവേ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മുടെ ദുഃഖത്തിന്റെ താഴ്വരയിൽ നിന്നൊന്ന് വിളിച്ചേ, നമ്മുടെ വേദനയുടെ താഴ്വരയിൽ നിന്ന് വിളിച്ചേ, ഈശോയെ നിന്ന് വിളിച്ചേ, മറിയം വിളിച്ചതുപോലെ ഈശോയെ നിന്ന് വിളിച്ചേ. ആ ഒരു അനുഭവത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചേ. ആ ദൈവമേ, ഉദ്ധിതനായ മിശിഹായുടെ ഒരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചേ. 500-ലധികം പേർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കും പ്രത്യക്ഷപ്പെടും. നമുക്കും ജീവിതത്തിൽ നമ്മുടെ വിളിക്കുന്ന വിളിയിൽ നിന്ന് ഏതവസ്ഥയിൽ നിന്നാണോ കർത്താവ് അവിടേക്ക് താഴേക്ക് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഒന്ന് വിളിച്ചേ, സ്നേഹത്തോടെ ഈശോയെ ഒന്ന് വിളിച്ചേ, ഈശോയെ ഒന്ന് വിളിച്ചേ, എല്ലാവരും ഒന്ന് വിളിച്ചേ, ഒച്ചരിലൊന്ന് വിളിച്ചേ, ഈശോയെ ഒന്ന് വിളിച്ചേ, ഈശോയെ, 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 ഈശോയെ. ആകാശത്തിനെങ്കിലും ഭൂമി രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണത്. അത് രക്ഷാനാമമാണത്. അത് നമ്മുടെ അതരത്തിൽ ഉണ്ടാകട്ടെ, അത് ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യപ്പെട്ടവ, നിങ്ങൾ കേൾക്കുന്ന ചെവികൾ ഭാഗ്യപ്പെട്ടവ. നിങ്ങൾ സംസാരിക്കുന്ന ആ ഈശോ എന്ന വചനം ഉരുവിട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന നാവുകൾ ഭാഗ്യപ്പെട്ട. നാവിനും കണ്ണിനും കാതിനും നാക്കിനും മൂക്കിനും ത്വക്കിനും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ വാഴ്ത്തുകയാണ്. ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ വാഴ്ത്തപ്പെടട്ടെ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ കത്തി ജ്വലിക്കുന്ന ദീപമായി മാറട്ടെ. നിങ്ങൾ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ, 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 ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടന്ന പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. രാജ്യമേ, പാപികളായ
സ്വാഭാവികമായ